ഭാരതം എന്നുള്ള ഈ ഭൂമി നമുക്കെല്ലാവർക്കും ജീവിക്കാനുള്ള ഈ മണ്ണ് ഈ അമ്മ നൽകിയിട്ടുള്ള വരദാനമാണ്. അതുകൊണ്ട് ഈ അമ്മയാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഈ അമ്മയാണ് നമ്മളെ ജീവിക്കാനുള്ള പ്രേരണ നൽകുന്നത്. ഈ അമ്മയ്ക്ക് വേണ്ടിയാണ് പതിനായിരക്കണക്കിന് ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപും പതിനായിരക്കണക്കിന് ആളുകൾ അതിനുശേഷവും ജീവൻ വെടിഞ്ഞിട്ടുള്ളത്. മാതൃഭൂമിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ വെടിയുക എന്നുള്ളതാണ് അതിർത്തി കാക്കുന്ന ഓരോ ജവാനും അവന്റെ ഏറ്റവും വലിയ പുണ്യമായിട്ട് കണക്കാക്കുന്നത്. ആ മാതൃഭൂമി എന്നുള്ള സങ്കല്പം തന്നെ, മാതൃഭൂമി എന്ന് പറഞ്ഞാൽ അമ്മ എന്നുള്ള അർത്ഥത്തിലാണ്. ആ ഭൂമിയെ അമ്മയായിട്ട് കാണുന്നു എന്നുള്ള സങ്കല്പത്തിലാണ്. ഭാരതാംബ എന്നുള്ള വാക്കിന്റെ അർത്ഥം, ഭാരതമാതാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭൂമിയെ, ഈ ഭാരതത്തെ അമ്മയായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അമ്മ സ്ത്രീ അല്ലാതെ വേറെ ഏതെങ്കിലും രൂപത്തിലുണ്ടാവും? അമ്മയെ സ്ത്രീയായിട്ട് കാണാൻ, സ്ത്രീയെ അമ്മയായിട്ട് കാണാൻ കഴിയാത്തതാണോ ഇവരുടെ പ്രശ്നം? അതിനെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാരത് മാതാ മന്ദിറുകൾ ഉണ്ടായി, ഭാരത് മാതാ ക്ഷേത്രങ്ങൾ ഉണ്ടായി. വാരണസിയിൽ മഹാത്മാഗാന്ധിജിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഹരിദ്വാറിൽ ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. കൽക്കത്തയിലുണ്ട്, ഹരിദ്വാറിലുണ്ട്, അതുപോലെയുള്ള നിരവധി സ്ഥലങ്ങളിൽ. ഇവിടെ ഈ ഭാരതമാതാവിന്റെ ചിത്രം, ഈ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് ഇവരുടെ എതിർപ്പ് എന്തിനോടാണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവരാരും അത് വിശദീകരിച്ചിട്ടില്ല.